വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. ഹലോ ഗായ്സ്, ഇത് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെയും സെയിം ഡേ ആണ്. ഈ ഒരു വ്യത്യാസമാണ്. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങൾ എൻ്റെ ഡേ മാത്രം ഒരു ദിവസമാണ്, ജൂൺ 6. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് കാണുക. അതിനുശേഷം ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും ക്ഷമ എനിക്ക് ആദ്യമായിട്ടാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ തുറന്നു നോക്കണം. ഫസ്റ്റ് ഞാൻ തുറക്കുന്നത്, ഇത് ഞാൻ അൺബോക്സ് ചെയ്ത ഒരു ഗിഫ്റ്റാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഇതെനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ അഡ്മിൻ ഹെഡായിട്ടുള്ള എൻ്റെ നിഷാമാണ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞാനാണ് അത് അൺബോക്സ് ചെയ്തത്. അത് കണ്ട ഉടനെ ഇതാ നോക്ക്, ഈ കമ്മൽ സെറ്റായിരുന്നു ഫസ്റ്റ് ഞാൻ കാണുന്നത്. ഇത് ഞാൻ ഉമ്മ വരെ കൊടുത്ത്, കാരണം എനിക്ക് കമ്മലെന്ന് വെച്ചാൽ ഞാൻ അഡിക്റ്റാണ്. ഞാൻ ഇവിടെ ഫുൾ കമ്മലുകളാണ്, ഞാൻ ഇടാറില്ല അധികം, പക്ഷെ എനിക്കിങ്ങനെ കാണണം എപ്പോഴും. അങ്ങനെ ഇത് ഒക്കെ ഇരുന്ന് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ അടുത്ത ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ കമ്മൽ സെറ്റ് വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് ബോക്സ്. അപ്പോൾ ഇതെല്ലാം ഞാനാണ് സെറ്റ് ചെയ്ത്. ലാസ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഈ കമ്മലെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ. ഞാനപ്പോൾ അറ്റാക്ക് വന്ന പോലെ എനിക്ക് സ്വന്തം ഈ കമ്മലല്ല, അതിലൊരു കമ്മലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മായിയൊക്കെ എവിടെ പോയാലും എനിക്ക് 4-3 ജോഡി മേടിച്ചുകൊണ്ട് വരും. വേറെ ഏത് വേണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഫുഡ് വേണമെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യും, പക്ഷേ കമ്മൽ ഭയങ്കര അഡിക്റ്റാണ്. സോ താങ്ക് യു നിഷ മാം. ഇനി നെക്സ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇത് ബീന കുഞ്ഞമ്മ ഗിഫ്റ്റാണ്. അവർ ലണ്ടനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് വിളിച്ചപ്പോഴത്തേക്കും, അതായത് ജൂൺ 6 അവർ തിരിച്ചു പോവുകയാണ്. സോ ബിസി ആയതുകൊണ്ട് തലേ ദിവസം വൈകുന്നേരം എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണിത്. ഇത് ടോബ്ലറോൾ, ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ് ആണിത്. ഞാൻ ആർക്കും ഇതുവരെയും കൊടുത്തിട്ടില്ല, എനിക്ക് കിട്ടിയതാണെങ്കിൽ. പിന്നെ വരുന്നത് വലിയ ഡയറി മിൽക്ക്. ഇതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എനിക്ക് ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്തതിൽ ഇത്രയും വെയിറ്റ് ഉള്ളൊരു ബോക്സ് ആണത്. ഇതാണ് ആ ബോക്സിനുള്ളിലുള്ളത്. കുറച്ച് മിഠായിയും പിന്നെ ഇതൊരു കോസ്റ്റ്യൂമും. പിന്നെ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ഈ ബോക്സ് ആണ്. നല്ല വെയിറ്റ് ഉള്ള നല്ല ബോക്സ്. ഓക്കെ, സോ താങ്ക് യു. ഇനി നെക്സ്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന ഗിഫ്റ്റ്. ഇത് ഞാൻ ഇതിന് അവാർഡ് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും. ഒരു വളരെ ഓസ്കാർ അഭിനയമായിരുന്നു. എന്നെ ഞെട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, അതായത് എൻ്റെ അമ്മായിയുടെ അടുത്ത് നമ്മൾ എന്ത് ഞെട്ടിക്കുന്നു എന്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ വെറുതെ പറയുന്നതായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ കാണാൻ ഈ ഗിഫ്റ്റ് ബോക്സ് എടുക്കുന്ന എൻ്റെ അമ്മായി. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഗൂഢാലോചനയായിരുന്നു. ഇത് എങ്ങനെ ഇത് എന്നോട് ഒളിപ്പിക്കാതെ ഇത്രയും രഹസ്യമായിട്ട് കാണാൻ, എനിക്കിതിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടിയില്ല. പക്ഷെ എന്നെ ഞെട്ടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് റിങ് ആണ് ഇപ്പോൾ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. അപ്പോൾ എനിക്ക് ഗോൾഡ് തന്നപ്പം ഞാൻ എന്ത് കൊടുത്തു എന്നുള്ളത്, ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. പക്ഷേ ക്യാമറമാൻ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഇത് ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാം. കാരണം ഇത് വലിയ ആൾ അൺബോക്സ് ചെയ്യേണ്ട കാര്യമായിട്ടൊന്നും ഇല്ല, കാരണം നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങിയതാണിത്. ഇത് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് കല്യാണ ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്ത് ഓർമ്മ വരുന്നു. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഞാനും പാറും കൂടെയാണ് അൺബോക്സ് ചെയ്യുന്നത്. മിക്സി പാറു. ഇതാണ് ഞാൻ കൊടുത്ത അതിന് കാഷ്വൽ ആയിട്ട് ഒരു ഷേപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വാങ്ങി. പിന്നെ ഞാൻ അല്ലാതെ കൊടുത്ത ഗിഫ്റ്റാണ് നമ്മുടെ കോസ്റ്റ്യൂം, അതായത് ബർത്ത്ഡേക്ക് ഇട്ടിരുന്ന ഡ്രസ്സ്. അങ്ങോട്ട്, അതായത് ഈ ഡ്രസ്സ് എനിക്ക് സാൻഡോട്ടൻ ഗിഫ്റ്റ് ചെയ്തതും ഞാൻ സാൻഡോട്ട് ഇട്ടിരുന്നത് ഞാൻ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കട്ടെ, കൈ കിട്ടുന്ന എടുക്കുകയാണ്. ഇതെനിക്ക് ആൻറ്റി തന്നതാണ്. ആൻറ്റി ആണോ ആഘോഷമാണോ മോളൂട്ടിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അവർ വീട്ടിലുള്ളതാണ്. പെട്ടെന്ന് തുറന്നു. റോയൽ സ്പോർട്സ് വൈറ്റ്സ് പെർഫ്യൂം. ഓക്കെ, താങ്ക് യു. നല്ല കവറിങ് ഒക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൂപ്പർ ബോക്സ്. താങ്ക് യു. ഇത് മോളൂട്ടിയാണ് എനിക്ക് തന്നത്. അതായത് ഇപ്പോൾ തൊട്ട് മുന്നേ എടുത്തത് അമ്മയുടെ അനിയത്തി. ഇത് അമ്മയുടെ അനിയത്തിയുടെ അതേ അനിയത്തിയുടെ മോള്. അവള് എനിക്ക് കുട്ടിക്കാലം തൊട്ട്, അതായത് അവിടെയൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഒരു മനുഷ്യെങ്കിലും അങ്ങനെ അവൾ തന്നെ എന്ന കുട്ടിയാണ്. ഇതാണ് അവളുടെ ഗിഫ്റ്റ്. കാരണം നമ്മുടെ രണ്ടുപേരും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് രണ്ടുപേരും ഉണ്ട് ഇതിനകത്ത്. താങ്ക് യു മോളൂട്ടി.
ഇത് ആഘോഷിന്റെ ആണെന്ന് തോന്നുന്നു. അതായത് ഈ പറഞ്ഞ ആന്റിയുടെ മോൻ, അവൻ ഖത്തറിലാണ്. അവന്റെ ഗിഫ്റ്റ് ആവണം ഇത്. ഈ ബോക്സിനകത്ത് മറ്റൊരു ബോക്സും, ഹുഡി. ഓക്കെ, രണ്ട് സെയിം. ഓ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതായത് രണ്ട് ഇത് എനിക്ക്, ഇത് സാൻഡ്രോയിഡിന് കുറച്ചുകൂടെ സൈസ് ഉള്ളത്, ഇത് എൻ്റെ സൈസിനകത്തത്. സൈസിൻ്റെ കാര്യം പെർഫെക്റ്റ് ആണ്, കാരണം എനിക്ക് ഇതിനൊന്നും ഡ്രസ്സ് എടുക്കുന്നതല്ല. താങ്ക് യു. ഇത് ആഘോഷിൻ്റെ ഗിഫ്റ്റാണ്. താങ്ക് യു ആഘോഷ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എടുക്കാൻ പോകുന്നത് ഇത് സൗമ്യ ചേച്ചിയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും, അതായത് ചേച്ചിയുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും അവർ പാളയംകുന്നിലാണ്. അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. ചേച്ചിയൊന്നും നാട്ടിലില്ല, അവരൊക്കെ ജർമ്മനിയിലാണ്. സോ ഓക്കെ, ഇതാണ് ഗിഫ്റ്റ്. ലൈറ്റിൻ്റെ കേക്കും ക്യാഷിനിട്ടും കുറച്ച് ആരോഗ്യമൊക്കെ വെക്കട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ. പിന്നെ മധുരത്തിൻ്റെ ആളാണ്, അത് എൻ്റെ അറിയത് എല്ലാവർക്കും അറിയാം. ഈ വരുന്ന എല്ലാ ഗിഫ്റ്റുകളിലും മധുരങ്ങൾ കാണാം. നെക്സ്റ്റ് ഇതെൻ്റെ ചേട്ടൻ ഫ്രം സൗദി. ചേട്ടൻ്റെ ഗിഫ്റ്റാണ്. ഇത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് കാര്യമില്ല, കാരണം ഇത് കുറച്ച് പൈസയാണ്, ക്യാഷാണ്. ഇത് കുറച്ച് ക്യാഷാണ്, അതെനിക്കറിയാം. 25 വർഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്ന ആളാണ്. എന്നെ മിസ് യു സോ മച്ച്. ഇതെൻ്റെ അമ്മയും അച്ഛനും, എൻ്റെ അമ്മയച്ഛനും തന്ന ഗിഫ്റ്റാണ്. ഇത് സാൻഡ്രോയിഡിനുള്ളതാണ്. ഈ ഷർട്ട്, ഇത് അമ്മ തന്നതാണ്. രണ്ടുപേരും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഈസിയായിട്ട് ഗിഫ്റ്റ് കിട്ടുന്നത്. ഇത് എനിക്കുള്ള ടോപ്പാണിത്, ടോപ്പ്. ഇനി അടുത്തത് ഇവിടെ അച്ഛനും അമ്മയും, അതായത് സാൻഡ്രോയിഡിൻ്റെ അച്ഛനും അമ്മയും ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് എനിക്കൊരു ടോപ്പാണിത്. ഇതും സാൻഡ്രോയിഡിൻ്റെ അച്ഛനും അമ്മ, അപ്പൊ ഇത് സാൻഡ്രോയിഡിനുള്ളതായിരിക്കും. ഇത് സാൻഡ്രോയിഡിനൊരു ടീഷർട്ടാണ്. ഇത് ഈ ബോക്സ് തന്നിരിക്കുന്നത് സാൻഡ്രോയിഡിൻ്റെ മാമിയാണ്, ദീപമാമി. ദീപമാമിയുടെ മോള് സാന്ദ്രയാണ് തന്നിരിക്കുന്നത്. കപ്പാണ്. ഓ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഓ, അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവരുടെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ബർത്ത്ഡേ തലേ ദിവസം, അതായത് ജൂൺ 6 ആണെങ്കിൽ ജൂൺ 5 രാത്രി 8 മണി ആ ഒരു ടൈമാണ് എല്ലാവരും വിളിച്ച് പറഞ്ഞത് നാളെ ബർത്ത്ഡേ ആണ്, എല്ലാവരും വരണമെന്ന്. അപ്പം അതിനിടയിൽ വെച്ചിട്ടാണ് ഈ ഗിഫ്റ്റ് എല്ലാവരും വാങ്ങിയത്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. താങ്ക് യു സാന്ദ്ര. ഇതും അതുപോലൊരു മഗ്ഗാണ്. ഇത് അടുത്ത മഗ്ഗ്, രണ്ടാമത്തെ മഗ്ഗാണ്. ഇത് രണ്ടാമത്തെ മഗ്ഗ്. അതും സെയിം തന്നെയാണ്. അതായത് 2 പേർക്കും കൂടെയാണല്ലോ. 2 പേര് ഇനി ഇതിൽ വേണം ചായ കുടിക്കും. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു മഗ്ഗ് ആയിരിക്കും എന്ന് വിചാരിച്ച്, പക്ഷെ പ്രിന്റഡ് മഗ്ഗ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. ഇവിടെ ഇല്ല അങ്ങനെ ഒരു മഗ്ഗ്, ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഗിഫ്റ്റ് ലാസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗിഫ്റ്റാണ്. ദിസ് ഗിഫ്റ്റ് ഫ്രം മൈ മോളൂട്ടി. ഈ 2 ഗിഫ്റ്റ് തന്നിരിക്കുന്നത് സാൻഡ്രോയിഡിൻ്റെ ഫ്രണ്ട്സ് ആൻഡ് മിസ് തനൂജ മിസ്സാണ് തന്നിരിക്കുന്നത്. അസ്കർ, അമൽ, സിബ ഇവരുമായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു വന്ന് വൈകുന്നേരം. അപ്പോൾ അങ്ങനെ തന്നതാണ്. ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം. ഇത് സാൻഡ്രോയിഡിൻ്റെ അച്ചാച്ചനും അമ്മാമ്മയാണ് തന്നിരിക്കുന്നത്. അച്ചാച്ചൻ ചോക്ലേറ്റ്സ്, കാരണം നന്നായിട്ട് അറിയാം എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന്. ഇത് തന്നിരിക്കുന്നത് അമ്പു ആണ്, അതായത് നേരത്തെ ഈ മഗ് എടുത്ത ആ സാന്ദ്രയുടെ അനിയൻ, ദീപമാമിയുടെ മോൻ. അങ്ങനെയാണ് ഇത് തന്നിരിക്കുന്നത്. ഫ്രെയിമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഫ്രെയിം ഞങ്ങളുടെ വീട്ടിലില്ലാത്ത ഒരു ഫോട്ടോയാണ്. ഇത് എൻഗേജ്മെന്റ് ഫോട്ടോയാണ്.
അന്ന് രണ്ടുപേരും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്, കാരണം പരിചയപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് ഒരു 1-2 വട്ടമൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയാ, ഭയങ്കര ടെൻഷനും ഒരു ഇതൊക്കെ ഉള്ള ഒരു ടൈമാണ്. ഇത് സാൻഡ്രോയിഡിന്റെ 2ാമത്തെ മാമി, അതായത് സരിത മാമി തന്ന ഗിഫ്റ്റാണിത്. ഫോട്ടോ ഫ്രെയിം. താങ്ക് യു. ഇത് ഞാൻ പ്രതീക്ഷിച്ചു ഫോട്ടോ ഫ്രെയിം ആയിരിക്കുന്ന, അതാണ് ഞാൻ. ഓക്കെ, വലിയ ഫോട്ടോ ഫ്രെയിം. താങ്ക് യു. ഇത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ആണ്. ഇത് ട്രഡീഷണൽ ലുക്ക്. താങ്ക് യു. ഓക്കെ, ഈ 2 ഗിഫ്റ്റ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി, എൻ്റെ വല്യമ്മ ആൻഡ് ചേച്ചി, വല്യമ്മയുടെ മോള് ചേച്ചി, ചേച്ചിയുടെ മോള് നവി, കുഞ്ചേട്ടൻ, എല്ലാവരും പപ്പയൊക്കെ ചേർന്നിട്ടുള്ള ഗിഫ്റ്റാണിത്. ഇത് ഡ്രസ്സാണെന്ന് എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു. ഇത് എന്തൊക്കെയുള്ള ടോപ്പാണ്. ഓക്കെ, താങ്ക് യു. ഇതെൻ്റെ ഗിഫ്റ്റ്. ഞാൻ അടുത്തത് എന്തായാലും സാൻഡ്രോയിഡിനുള്ള ഷർട്ട്. ഇങ്ങനത്തെ പേപ്പർ ആണെങ്കിൽ ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ പേപ്പർ യൂസ് ചെയ്യുക കേട്ടോ. സാൻഡ്രോയിഡിനൊരു ഷർട്ട്. ഓക്കെ, അപ്പോൾ ഇത് സാൻഡ്രോയിഡിനുള്ള ഷർട്ട്, ഇത് എനിക്കുള്ള ടോപ്പ്. അപ്പോൾ 2 ഗിഫ്റ്റ്. താങ്ക് യു. ആൻഡ് നമ്മൾ കാത്തിരുന്ന മോളൂട്ടിയുടെ ഗിഫ്റ്റ്. ഇതാണ് ഈ ഒരു ബർത്ത്ഡേയുടെ ഹൈലൈറ്റ്. നോക്കൂ, മുട്ടയോ? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. സാറ് കഥാകൃത്താണോ? മുട്ടയിൽ വരെ ഡയലോഗ്. ഇതാണ് മോളൂട്ടിയുടെ ഗിഫ്റ്റ്. ഇത് കല്യാണരാമനിലെ ദിലീപ് ലയാക്ക് കൊടുക്കുന്ന, ഇതിനകത്ത് വിറ്റാമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട് എന്ന് പറയുന്ന പോലെ വൈറ്റമിൻ. ഞാനതിന് വല്ല കൂടോത്രം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവളോട്. അപ്പോൾ അവൾ പറഞ്ഞ് ഇല്ല, ഇത് കുഞ്ഞീശ മാമിൻ്റെ കടയിൽ നിന്ന് അവള് 6 രൂപ കൊടുത്ത് വാങ്ങിയ മുട്ടയാണ്. മുട്ടയ്ക്ക് ഇപ്പോൾ 8 രൂപയാണ് വില. 6 രൂപയ്ക്ക് അവള് ഇത്രയും എന്താണോ അത് വാങ്ങിയത്. കുഞ്ഞീശ മാമിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 മുട്ട. അതിനകത്ത് കുറേ അലങ്കാര പണിയൊക്കെ ചെയ്ത് ഉറക്കളച്ചിരുന്ന് അവൾ, എനിക്ക് തോന്നുന്നു പഠിക്കാൻ പോലും ഇത്രയും ആത്മാർത്ഥത ഉണ്ടായിരിക്കില്ല. താങ്ക് യു സോ മച്ച്. ഇത് വെച്ച് ഞാൻ ഓംപ്ലേറ്റ് അടിച്ച് കുടിക്കും, അല്ല തിന്നും. അപ്പോൾ എൻ്റെ അൺബോക്സിങ് വീഡിയോ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ആൻഡ് പ്ലീസ് ബി സപ്പോർട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.